കൂടരഞ്ഞിലെ ദുരൂഹതയിൽ ചില ചിത്രങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. കോഴിക്കോട് കൂടരഞ്ഞിൽ 39 വർഷങ്ങൾക്ക് മുമ്പ് ഇരട്ടക്കൊലപാതകം നടത്തിയെന്ന പ്രതിയുടെ വെളിപ്പെടുത്തലിൽ നിർണായക നീക്കവുമായി പോലീസ്. കൊല്ലപ്പെട്ടയാളുടെ രേഖാചിത്രം പുറത്തുവിട്ടു. വീട്ടുടമ ചിത്രം സ്ഥിരീകരിച്ചു. നിഖിൽ പ്രമേഷ് കോഴിക്കോടും ചേർന്നു. നിഖിൽ, ഈ രണ്ട് കൊലപാതകങ്ങളാണ് ഈ മുഹമ്മദ് അലി വെളിപ്പെടുത്തിയത്. ഒന്ന് കൂടരഞ്ഞിൽ, മറ്റൊന്ന് വെള്ളയിൽ. ഇപ്പോൾ രേഖാചിത്രം വരച്ചിരിക്കുന്നത് ഏത് കൊലപാതകത്തിൽ മരിച്ച ആളുടേതാണ്? സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞ വീട്ടുടമ ആരാണ്? മുഹമ്മദ് അലി ഇത് സംബന്ധിച്ച് എന്താണ് പറയുന്നത്? വിവരങ്ങൾ. സുഹൈൽ, മുഹമ്മദ് അലി നൽകിയ വിവരങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് കൂടരഞ്ഞിയിൽ, അതായത് അദ്ദേഹം ആദ്യം വെളിപ്പെടുത്തിയ കൂടരഞ്ഞിയിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കൊല്ലപ്പെട്ടയാളുടെ രേഖാചിത്രമാണിപ്പോൾ പോലീസ് വരച്ചിട്ടുള്ളത്. സത്യത്തിൽ ഈ കേസ് ഒരു അനിശ്ചിതത്വത്തിൽ നിൽക്കുകയായിരുന്നു. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് വെല്ലുവിളികൾ അവർക്ക് മുന്നിലുണ്ടായിരുന്നു. ഏതാണ്ട് 4 പതിറ്റാണ്ട് മുൻപുള്ള ഒരു കേസാണ്. സ്വാഭാവികമായിട്ടും അതിൽ തെളിവുകൾ ശേഖരിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ വെല്ലുവിളിയായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടെ മുൻ SP N സുഭാഷ് ബാബുവിന്റെ ഒരു വെളിപ്പെടുത്തൽ വരുന്നു. അദ്ദേഹം ഈ വെള്ളയിലെ കേസിലെ മരിച്ചയാളുടെ മൃതദേഹം അന്ന് അദ്ദേഹം കണ്ടിരുന്നു. അദ്ദേഹം ആ കേസ് തെളിവില്ലാത്ത കേസായി അവസാനിപ്പിച്ചത് അദ്ദേഹമാണ് എന്നുള്ള കാര്യങ്ങളടക്കം, തെളിയിക്കപ്പെടാത്ത കേസായി അവസാനിപ്പിച്ചത് താനായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തലുമായി അദ്ദേഹം രംഗത്തെത്തിയിരുന്നു. അതിനുശേഷം ഈ കേസിന് ഒരു ഉണർവ് ഉണ്ടാവുകയും പോലീസ് കാര്യമായി തന്നെ ഇതിന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ കസ്റ്റഡിയിലുള്ള മുഹമ്മദ് അലിയെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് മരിച്ചയാളുടെ രേഖാചിത്രം വരയ്ക്കാമെന്ന് പോലീസ് തീരുമാനിച്ചത്. അങ്ങനെ ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള പ്രേംദാസ് എന്നയാളെ കൊണ്ട് തന്നെ ഈ രേഖാചിത്രം വരപ്പിക്കുന്നു. ഇതിനുശേഷം ഈ കൊല്ലപ്പെട്ടു എന്ന് കരുതപ്പെടുന്നയാൾ ജോലി ചെയ്തിരുന്ന വീടിന്റെ ഉടമ, ഈ വീട്ടുടമയ്ക്ക് മുന്നിൽ ഒരുപാട് ചിത്രങ്ങൾ വെക്കുന്നു. അതിൽ നിന്ന് ആരാണ് നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ആ ആള് എന്ന് ചോദിക്കുന്നു. അപ്പോൾ കൃത്യമായി ഈ വീട്ടുടമ ഈ ചിത്രം, അവർ വരച്ച രേഖാചിത്രം പിക്ക് ചെയ്യുകയാണ്. അതിൽ നിന്നാണ് ഒരു പക്ഷേ മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ ശരിയായിരിക്കാം, അല്ലെങ്കിൽ സത്യത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് എന്നുള്ള കാര്യം പോലീസ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 80% ഈ രേഖാചിത്രം വരച്ചത് കൃത്യമായാണ് എന്നുള്ളതാണ് പോലീസിന്റെ ഒരു നിഗമനം. കൂടരഞ്ഞി പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ആരെങ്കിലും ഈ ചിത്രം തിരിച്ചറിയുകയാണെങ്കിൽ, അതായത് എവിടെയെങ്കിലും കണ്ടൊരു പരിചയമുണ്ടെങ്കിൽ, 40 വർഷം മുൻപുള്ള അദ്ദേഹത്തിന്റെ രൂപമാണ് എന്നിരിക്കെ പോലും ഈ ചിത്രം കണ്ട് എന്തെങ്കിലും തരത്തിലുള്ള പരിചയമുണ്ടെങ്കിൽ കൂടരഞ്ഞി പോലീസിനെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലോ ബന്ധപ്പെടണം. അങ്ങനെയെങ്കിൽ മാത്രമേ മരിച്ചതാരെ എന്ന് കണ്ടെത്തിയാൽ മാത്രമേ ഈ കേസിന്റെ മറ്റ് തലങ്ങളിലേക്ക് കടക്കാൻ പോലീസിനെ സംബന്ധിച്ചിടത്തോളം കഴിയൂ. അതോടൊപ്പം തന്നെ വെള്ളയിലെ കേസും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്കും പോലീസ് കടക്കുന്നുണ്ട്. എന്തായാലും ഈ കേസിൽ ഒരു വാലും തുമ്പും ഇല്ലാതെ കിടന്നിരുന്ന ഈ കേസിൽ പോലീസിന് പ്രധാനപ്പെട്ട ഒരു ലീഡ് തന്നെ ലഭിക്കുകയാണ് ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ള മുഹമ്മദ് അലിയുടെ തന്നെ. സുഹൈൽ, നിഖിലെ, എപ്പോഴും സങ്കീർണത അത് മാറുന്നില്ല. നിലവിലൊരു രൂപം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരാളാണ് ഈ പറയുന്ന കൂടരഞ്ഞിൽ കൊല്ലപ്പെട്ടതെന്ന്. ഒപ്പം ഈ വീട്ടുകാരൻ ഇത് തിരിച്ചറിയുമ്പോൾ ആ വീട്ടുടമസ്ഥൻ ആ വീട്ടിലേക്ക് ആരൊക്കെ വന്നു, എവിടെ നിന്ന് വന്നു, കൃത്യമായ പേരില്ലെങ്കിലും ഒരു ഏരിയ സംബന്ധിച്ചൊരു വിവരങ്ങൾ നൽകാറില്ലേ? പൊതുവെ നമ്മൾ പറയാറുണ്ട് പാലക്കാട് നിന്ന് വന്നു, കൊച്ചിയിൽ നിന്ന് വന്നു, അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഏരിയ ഇപ്പോൾ ഈ ഹൗസ് ഓണർ പറയുന്നുണ്ടോ? ഇത് സംബന്ധിച്ച് ഏതെങ്കിലും ഒരു മേഖല കേന്ദ്രീകരിച്ചൊരു പ്രിസൈസുകൾ അന്വേഷണം നടക്കുന്നുണ്ടോ? സുഹൈല്, ഇന്നലെയാണ് രേഖാചിത്രം വരച്ചു പൂർത്തിയാക്കിയത്. ഇന്നാണ് ഈ വീട്ടുടമയെ ഇത് കാണിക്കുന്നത്. അദ്ദേഹം സത്യത്തിൽ ഈ ഓർമ്മകൾ റീകളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും തന്റെ ജീവനക്കാരൻ ഇയാളായിരുന്നു എന്ന് ഈ വീട്ടുടമ സ്ഥിരീകരിക്കുന്നുണ്ട്. ബാക്കി വിവരങ്ങളൊക്കെ പോലീസ് ഇയാളിൽ നിന്ന് ശേഖരിച്ചു പോരുകയാണ് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. കൂടുതൽ വിവരങ്ങൾ ഇയാളിൽ നിന്ന് തന്നെ ലഭിച്ചേക്കുമെന്നുള്ള പ്രതീക്ഷയും പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഏടാണ്. ഏതാണ്ട് 40 വർഷത്തിനിപ്പുറം ഒരാൾ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു. അത് കാര്യങ്ങൾ ഏതാണ്ട് സത്യാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ മുഹമ്മദ് അലിയുടെ ബന്ധുക്കൾ തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് ചില മാനസിക പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ പറയുന്ന ഈ വെളിപ്പെടുത്തൽ കാര്യമായി എടുക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പറയുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറയുന്നു ഇദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള മാനസിക പ്രശ്നവും ഇല്ല എന്ന്. എന്തായാലും പോലീസ് മുന്നോട്ട് തന്നെയാണ്. അങ്ങനെ ഒരു ഇരട്ട കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ പോലീസ് ഉള്ളത്. സുഹൈൽ, ശരി, ഈ കുറ്റാന്വേഷണ ലോകത്തെ ഒരു സിഗ്നേച്ചർ കേസായി മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു സുപ്രഭാതത്തിൽ ചുമ്മാതെ അങ്ങ് വന്ന് രണ്ടുപേരെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞതല്ല, രണ്ടുപേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ആ കൊലപ്പെടുത്തിയത് ആരെന്ന ചോദ്യത്തിനുള്ള ഉത്തരത്തിലാണ് ആദ്യ ചിത്രം, രേഖാചിത്രം എത്തുന്നത്. എന്തായാലും വിശദമായ അന്വേഷണം പോലീസ് നടത്തട്ടെ.